ആദിമ ക്രൈസ്തവ സഭയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ജെറുസലേം, അന്ത്യോക്യ, റോം മുതലായ കേന്ദ്രങ്ങൾക്കൊപ്പം തന്നെ പഴക്കവും പ്രശസ്തിയും കേരളത്തിലെ സഭകൾക്കുണ്ട്. ആദിമ ക്രൈസ്തവ സഭയ്ക്കുണ്ട്. എ ഡി 52 യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ സെയിൻറ്റ് തോമസ് കേരളത്തിലെത്തുന്നതോടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത്. എ ഡി 52 മുതൽ ഇന്നയോളം കേരളത്തിലെ ക്രൈസ്തവ സഭ എങ്ങനെ നടന്നെത്തി എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിക്കേണ്ടതായ ഒരു സംഗതിയാണ്. അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല. എന്നാൽ ആ യാത്രയുടെ അല്ലെങ്കിൽ ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ചരിത്രം സമഗ്രമായിട്ടല്ലെങ്കിലും ഏതാണ്ട് കുറച്ചൊരു രൂപത്തിൽ, വളരെ ലഘുവായ രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ ഹ്യൂസ്റ്റൺ ഫോക്കസിലൂടെ നിങ്ങളിലെത്തിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എ ഡി 52 കൊടുങ്ങല്ലൂരിലെത്തിയ വിശുദ്ധ തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ഭാരതത്തിലെ ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം പോയത് കേരളത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്ത തുറമുഖങ്ങളിലൊന്നായ കൊല്ലത്തേക്കായിരുന്നു. കൊല്ലത്തെ അദ്ദേഹം ഒരു ദേവാലയം സ്ഥാപിച്ചു. കൊല്ലം കുരക്കേണി എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ദേവാലയം സ്ഥാപിച്ചത്. എന്നാൽ കാലാന്തരത്തിൽ ഈ ദേവാലയം കടലെടുത്തു പോവുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും അദ്ദേഹം നിലയ്ക്കലേക്കാണ് പോയത്. നിലയ്ക്കൽ ആ കാലഘട്ടങ്ങളിൽ ഒരു വനപ്രദേശമായിരുന്നു. ശബരിമല ക്ഷേത്രത്തിൻ്റെ താഴ്വാരങ്ങളിലുള്ള ഒരു പ്രദേശം. എന്നാൽ അവിടെ വന്യജീവികളുടെയും ഏതൊക്കെയോ വളരെ വിഷം ഉള്ള കുറച്ച് ജീവികളുടെയും നിരന്തരമായ ആക്രമണം നിമിത്തം നിലയ്ക്കൽ പള്ളിയും കാലാന്തരത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം നിരണം, ചേർത്തലയ്ക്ക് അടുത്തുള്ള ഒരു പള്ളി, അതിനുശേഷം പറവൂരിലെ കോട്ടക്കാവ്, കോട്ടക്കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലത്തും തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ പാലയൂർ എന്ന സ്ഥലത്തും ഓരോ പള്ളികൾ സ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിന് സമീപമുള്ള തിരുവാങ്കോട് ഒരു പള്ളി സ്ഥാപിച്ചതായിട്ടും ആ പള്ളി അരപ്പള്ളി എന്ന് അറിയപ്പെടുന്നതായിട്ടും നമുക്കറിയാം. എന്നാൽ ഈ അരപ്പള്ളി സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അത് ഒരു വളരെ ചെറിയ ദേവാലയം മാത്രമാണ്. അത് ഇന്നത്തെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കയ്യിലുള്ള ഒരു ദേവാലയമാണ്. ഇന്നും അവിടെ ആരാധന നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല, ഒരു സമൂഹമില്ല. ഓർത്തഡോക്സ് സഭാപ്രതിനിധികൾ അവിടെ ഉണ്ട്, അവിടെ തീർത്ഥാടകർ ചെല്ലാറുമുണ്ട്. എന്നാൽ അത് സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായങ്ങളില്ല. പക്ഷേ ഇതിനു പുറമെ ചില ദേവാലയങ്ങളിൽ ചില പുരാതന കൃതികളുടെ ബലത്തിൽ സെയിൻറ്റ് തോമസ് സ്ഥാപിച്ചതാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. എനിക്ക് അതേപ്പറ്റി ഒന്നും തന്നെ പറയാനില്ല. പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് ഒരു ഹീനമായ കൃത്യമാണ് എന്ന് അവർ ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആ പള്ളികളുടെ പേരുകൾ ഇവിടെ പരാമർശിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരതിൽ നിന്നും പിന്തിരിയുന്നതാണ് ക്രൈസ്തവ സഭയ്ക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ. സെയിൻറ്റ് തോമസ് അവിടെ നിന്നും തൻ്റെ യാത്രകൾ തുടർന്നു മദ്രാസിലെത്തി. എ ഡി 74 മദ്രാസിലെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത്
അതിദാരുണമായ ഒരു അന്ത്യമാണ്. ബ്രാഹ്മണരുടെ ആക്രമണത്തിൽ ചാട്ടുളി കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം മരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആദ്യം എഡേസയിലേക്കും പിന്നീട് അത് ഇറ്റലിയിലേക്കും കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇവിടെ വേറൊരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. സെയിൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ വന്നില്ല എന്ന് സ്ഥാപിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. മതിയായ യാത്രാ സൗകര്യങ്ങൾ അക്കാലത്തുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നതായ ഒരു സംഗതി. എന്നാൽ ആ കാലഘട്ടങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെയും വിദേശീയർ, പ്രധാനമായും ഫിനീഷ്യർ, യവനർ, റോമാക്കാർ എന്നിവരുടെ ജലവാഹനങ്ങൾ, കപ്പലുകൾ കൊടുങ്ങല്ലൂർ അഴിമുഖത്തിലൂടെ കടന്നു വന്ന് ഇന്ന് പട്ടണം അല്ലെങ്കിൽ മുസിരീസ് എന്ന് പറയുന്ന പ്രദേശത്തെ വാണിജ്യവും പ്രധാനമായിട്ടും സുഗന്ധദ്രവ്യങ്ങളും കുരങ്ങുകളും മയിലുകളും ഒക്കെ ശേഖരിച്ച് തിരിച്ചു പോയിരുന്നതായിട്ട് ഇന്ന് നടക്കുന്ന പട്ടണം പുരാവസ്തു ഗവേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് യാത്രാ സൗകര്യങ്ങളില്ലായിരുന്നു എന്ന് പറയുന്ന ആ വാദഗതി അംഗീകരിക്കാനാവത്തില്ല. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കൃതിയെപ്പറ്റിയാണ്, റമ്പാൻ പാട്ട്. AD 1-ാം നൂറ്റാണ്ടിൽ നിരണത്തെ മാളിയേക്കൽ തറവാട്ടിലെ തോമാക്കത്തനാർ എന്ന ഒരു മഹാനായ മനുഷ്യൻ എഴുതിയ ഒരു കൃതിയാണത്. ഈ റമ്പാൻ പാട്ടിൽ വിശുദ്ധ തോമാസ് ലീഹയുടെ ആഗമനത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സഞ്ചാര പഥങ്ങളെപ്പറ്റിയും അദ്ദേഹം സ്ഥാപിച്ച ദേവാലയങ്ങളെപ്പറ്റിയും പൂർണ്ണമായ ഒരു വിവരം നൽകുന്നുണ്ട്. ഇത് ഈ ആദിമലിപിയിൽ എഴുതപ്പെട്ട ഈ റമ്പാൻ പാട്ട് 1601 അദ്ദേഹത്തിൻ്റെ തന്നെ തറവാട്ടിലെ 48-ാം തലമുറയിലുള്ള മറ്റൊരു തോമാക്കത്തനാർ ആധുനിക മലയാളം ലിപിയിൽ പരാവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം ഇന്ന് ലഭ്യമാണ് താനും. അടുത്തതായിട്ട് വേറൊരു വിശുദ്ധ തോമസ് ലീഹ വന്നിരുന്നു എന്ന് ഉള്ളതിന് മറ്റൊരു തെളിവ്, അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സഞ്ചാര പഥങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പറ്റിയുമുള്ള കഥകൾ തലമുറകളായി തന്നെ കൈമാറി വന്നിട്ടുണ്ട്. ചരിത്രപരമായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ പാരമ്പര്യ വഴിയായി കിട്ടുന്ന അറിവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. അത് ചരിത്ര നിർമ്മാണത്തിലെയും ചരിത്രത്തിനാവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിലെയും എപ്പോഴും സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഈ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്നിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ്. മറിച്ച് ചിന്തിക്കാൻ നമുക്ക് വലുതായിട്ട് ന്യായങ്ങൾ ഒന്നും തന്നെയില്ല. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സഭ ഇടയ്ക്കിടെ നമ്മുടെ അന്ത്യോക്യയിൽ നിന്നോ അല്ലെങ്കിൽ സിറിയയിൽ നിന്നോ ജെറുസലേമിൽ നിന്നോ വരുന്ന ചില മെത്രാന്മാർ ഇവിടെ സന്ദർശിക്കും എന്നല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പുമാരെ മെത്രാന്മാരെ വാഴിക്കും എന്നല്ലാതെ മറ്റു കാര്യമായ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയതായി കാണുന്നില്ല. ഇതിന് പ്രധാനമായിട്ടും ഒരു കാര്യം, സെയിൻറ്റ് തോമസ് മതപരിവർത്തനം നടത്തിയ ആൾക്കാർ സവർണ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇതര ജാതികളിലേക്ക് കടന്നു ചെല്ലാനോ പ്രേക്ഷിത പ്രവർത്തനം നടത്താനോ അന്നത്തെ ആ കാലഘട്ടം അനുവദിച്ചിരുന്നില്ല. അന്നത്തെ ആചാരങ്ങൾ സമ്മതിച്ചിരുന്നില്ല. ചാതുർവർണ്ണ്യം അതിൻ്റെ എല്ലാ ഭീകരതകളോടെയും നടമാടിയിരുന്ന ആ കാലത്ത് അതിൽ കൂടുതൽ ചെയ്യാനും പ്രയാസമായിരുന്നിരിക്കാം എന്ന വസ്തുതയും അവശേഷിക്കുന്നുണ്ട്. ഈ നിശ്ചലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുകയും അവിടെയുണ്ടായിരുന്ന കൊങ്ങിണി ബ്രാഹ്മണരെ ഒന്നുകിൽ മതപരിവർത്തനം ചെയ്യിച്ചു, അല്ലെങ്കിൽ അവരെ അവിടെ നിന്നും വായിച്ചു വിട്ടു. ഇന്ന് ദക്ഷിണ കേരളത്തിലാകമാനം കാണുന്ന കൊങ്ങിണി ബ്രാഹ്മണർ അങ്ങനെയാണ് കേരളത്തിലും ഇതര പ്രദേശങ്ങളിലും എത്തിയത്. 1650-കളോടെ ഗോവയിലെത്തിയ ഡോക്ടർ മെനേസിസ്
അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു, അതുപോലെ തന്നെ ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ ആദിമ ക്രൈസ്തവ സഭയെ അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്നും റോമ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. അതിനെ അദ്ദേഹം ചതുരുപായങ്ങളും പ്രയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് 1599 ഉദയംപേരൂരിൽ ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടി. ആ സുന്നകദോസിൽ എതിർപ്പുകളുണ്ടായെങ്കിലും കൊച്ചി രാജാവിൻ്റെ ആയുധബലത്തിൻ്റെയും മറ്റും പിൻബലത്തോടെ റോമാവിശ്വാസത്തിലേക്ക് ആദിമസഭയെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം ഡോക്ടർ മെനേസിസ് ചെയ്ത ഒരു ദുഷ്കൃത്യം, ആ ദുഷ്കൃത്യം എന്ന വാക്ക് ഞാൻ എടുത്തുപയോഗിക്കുക തന്നെയാണ്. കേരളത്തിലെ പൗരാണിക സഭയുടെ ഓരോ പള്ളികളിലേക്കും അദ്ദേഹം കടന്നു ചെന്നു. സൈനിക അകമ്പടിയോടുകൂടി തന്നെ അവിടുത്തെ പുരാതന രേഖകളും ആരാധനാക്രമങ്ങളും ബാക്കി എല്ലാ വിലപ്പെട്ട രേഖകളും അദ്ദേഹം അഗ്നിക്കിരയാക്കി. അതിനുശേഷം പോർച്ചുഗീസ് ശൈലിയിലുള്ള അല്ലെങ്കിൽ റോമ ശൈലിയിലുള്ള ആരാധന ക്രമങ്ങൾ അവിടെ സ്ഥാപിച്ചു. ഇതിനെ എതിർത്തവരെയെല്ലാം നിഷ്കരണം, ആ എതിർപ്പുകളെ മുളയിലെ നുള്ളിക്കളയാൻ മെനേസിസ് ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ചില പള്ളിക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചവരുണ്ട്. ഒന്ന് ആർത്താറ്റ് പള്ളി, 2 കൊല്ലം ജില്ലയിലെ തേവലക്കര പള്ളി. ഇവരുടെ എതിർപ്പുകളെയെല്ലാം നിഷ്പ്രയാസം മറികടക്കുന്നതിന് മെനേസിസിന് കഴിഞ്ഞു. ഇതിൽ വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ച ആൾക്കാർ പുരാതന സഭയിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അന്ത്യോക്യയിൽ നിന്നോ ജെറുസലേമിൽ നിന്നോ വന്ന അകത്തുള്ള എന്ന മെത്രാനെ പോർച്ചുഗീസുകാർ പിടികൂടി. സൂററ്റിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. അദ്ദേഹത്തെ സൂററ്റിൽ നിന്നും ആദ്യം മദ്രാസിലേക്കും രണ്ടാമതായിട്ട് കൊച്ചിയിലേക്കും കൊണ്ടുവന്നു. ഈ മെത്രാനെ വധിക്കാനാണ് പോർച്ചുഗീസുകാർ പരിപാടി ഇടുന്നതെന്ന് മനസ്സിലാക്കിയ ആബാലവൃദ്ധം സഭാവിശ്വാസികൾ മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടി. മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടിയ ശേഷം അവർ ഒരു വടം അല്ലെങ്കിൽ ആലാത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുരിശിൽ കെട്ടി. ആ കുരിശിൽ കെട്ടി നിന്നുകൊണ്ട് അവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച അത് ഇപ്രകാരമായിരുന്നു: ഞങ്ങൾ പോർച്ചുഗീസുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടി വിച്ഛേദിക്കുന്നു. ഞങ്ങൾ റോമാവിശ്വാസം ഉപേക്ഷിക്കുന്നു. അടുത്ത വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വ പിതാക്കളുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നു. ഈ പ്രസ്താവനയ്ക്ക് പ്രധാനമായിട്ടും 2 അർത്ഥ തലങ്ങളുണ്ട്. ഒന്നാമത്, പോർച്ചുഗീസുകാർ ഒരു വിദേശ ശക്തിക്കെതിരെ ഇന്ത്യയിൽ നടന്ന വളരെ വിജയകരമായ ഒരു വിപ്ലവമായിരുന്നു ഇത്. രണ്ടാമതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട കാര്യം, കേരളീയർക്ക് തങ്ങളുടെ പൂർവ്വ സഭയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പൂർവ്വ സഭ ഉണ്ടാകുമായിരുന്നില്ല. അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹരിക്കാനാകാത്ത നഷ്ടമായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ പോർച്ചുഗീസ് റോമൻ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പോർച്ചുഗീസുകാർക്ക് പിന്തുണ നൽകുകയും ചെയ്തു. അവരാണ് ഇന്നത്തെ സീറോ മലബാർ എന്ന സഭാ വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ സംഭവത്തിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് 1816 ആലപ്പുഴയിൽ റവറൻ നോർട്ടൺ എന്ന ആംഗ്ലിക്കൻ മിഷണറി എത്തി. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹം ആലപ്പുഴ എത്തിയത്. അദ്ദേഹം 1818 ഒരു പള്ളി, ക്രൈസ്റ്റ് ചർച്ച് ആലപ്പുഴയിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ 1818 ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയത്തേക്ക് മാറ്റുകയും ബെഞ്ചമിൻ ബെയ്ലി, ജോസഫ് പീറ്റ്, ഹെൻറി ബേക്കർ സീനിയർ, ഹെൻറി ബേക്കർ ജൂനിയർ, ഇങ്ങനെ ധാരാളം പ്രഗത്ഭരായ
വൈദികരുടെ നേതൃത്വത്തിൽ അവർ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടമൊക്കെയും തന്നെയും അവർ മിഷണറിമാർ ഒക്കെ തന്നെയും ഈ ആദിമസഭയുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവർ കോളേജുകൾ സ്ഥാപിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റു പലതും സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ചവയിലൊന്നാണ് കോട്ടയം CMS കോളേജ്. അന്നതൊരു കോളേജ് എന്ന് പറയുന്നെങ്കിലും അതൊരു വൈദിക സെമിനാരി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചു വന്നത്. എന്നാൽ മിഷണറിമാരുടെ മനസ്സിൽ അവർ ഉന്നം വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ആദിമസഭയെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മനസ്സിലാക്കുന്നതിൽ അന്നത്തെ ആദിമസഭയുടെ പരമാധികാരിയായിരുന്ന ചേപ്പാട് മാർ ദിവന്യാസിയോസ് വിജയിച്ചു. ദിവന്യാസിയോസ് തിരുമേനി 1836 മാവേലിക്കരയിൽ ഒരു സുന്നകദോസ് വിളിച്ചു കൂട്ടി. ആ സുന്നകദോസിൽ ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു. ആ തീരുമാനം മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനായിരുന്നു. ആസ്തികൾ വീതിക്കപ്പെട്ടു. ഇങ്ങനെ വീതം വെച്ച കൂട്ടത്തിൽ മിഷണറിമാർക്ക് കോട്ടയം CMS കോളേജ് ലഭിക്കുകയുണ്ടായി. ഇന്നും CMS സഭയുടെ പിന്നീടത് CSI സഭയായിട്ട് മാറി. CSI സഭയുടെ അധീനതയിലാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഈ ആദിമസഭയെപ്പറ്റി മാത്രമാണ് പറയുന്നത് ഇവിടെ. അതുകൊണ്ട് ഞാൻ CMSൻ്റെ ബാക്കി നടപടികളിലേക്ക് ഇവിടെ വെച്ച് ഞാൻ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിന് ശേഷം ആദിമസഭയിൽ ഈ രണ്ട് സഭകളും രണ്ട് പ്രസ്ഥാനങ്ങളും രണ്ടായി തന്നെ പ്രവർത്തനം തുടർന്നു. ഈ പ്രവർത്തനം തുടങ്ങിയ കാലയളവിൽ തന്നെ ആദിമസഭയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും വിള്ളലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതായത് എങ്ങനെയാകണം അന്ത്യോക്യ പാത്രിയാർക്കീസിനോടുള്ള ബന്ധം എന്നുള്ളതായിരുന്നു പ്രശ്നം. ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ കേരള സഭയുടെ മേൽ പാത്രിയാർക്കീസ് ബാവയ്ക്ക് പരിപൂർണമായ അവകാശവും അധികാരവും ആത്മീയമായി മാത്രമല്ല ഭൗതികമായും ഉള്ള പരിപൂർണമായ അധികാരം ഉണ്ട് എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചു. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങളിൽ ഉള്ള പരമാധികാരം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്, എന്നാൽ ഭൗതികമായ കാര്യങ്ങൾ കേരളത്തിലെ ആദിമസഭ തന്നെ നോക്കിക്കോളും എന്നുള്ളതായിരുന്നു. ഇത് വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും വഴിവെച്ചു. രണ്ടു കൂട്ടരും രണ്ടായിട്ട് തന്നെ മാറി. നിരവധി വ്യവഹാരങ്ങൾ നടന്നു. ഇതോടൊപ്പം തന്നെ സംഘർഷങ്ങളും അടിപിടിയും കൊലപാതകങ്ങളും വരെ ഉണ്ടായി എന്നാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ആത്മകഥയിൽ പറയുന്നത്. ഇങ്ങനെ തന്നെ കുറേ നാൾ തുടർന്നു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് സഭകളും 1950 ശേഷം ഒന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഐക്യം ഏതാനും നാൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അതിനുശേഷം സഭകൾ രണ്ടായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നും രണ്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ ഇന്നും കേസുകൾ അതിൻ്റെ ഊഴം കാത്തു കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തന്നെ മിഷണറിമാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി പുരാതന സഭയിൽ തന്നെ പുരോഗമനാശയങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു കൂട്ടർ തയ്യാറായി മുന്നോട്ട് വന്നു. പുരാതന സഭയിലെ മുത്തപ്പൻ്റെ കോലം എഴുന്നള്ളിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം തന്നെ ചിലർ ഉയർത്തി. ഈ നവീകരണാശയങ്ങളുടെ പ്രയോക്താവായി മുമ്പോട്ട് വന്നത് പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ പുരാതന സഭയിൽ നിന്ന് പുറത്തു വരികയും മർത്തോമ സഭയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിന് ഇടയിൽ ഈ സഭയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും
അനന്തമായ സംഘർഷങ്ങളും ഒരു കൂട്ടരെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ സഭയിൽ നിന്നും വേർപെടുന്നതിനെപ്പറ്റി ആലോചിച്ചു. അതും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണും. അന്ന് ഉണ്ടായിരുന്ന വൈദികരിൽ ശ്രേഷ്ഠനായിരുന്ന P.T. ഗീവർഗീസ് പണിക്കർ ഈ കാര്യം തന്നെ മാമൻ മാപ്പിളയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് തിരിച്ചു പോകരുതോ, നമുക്ക് റോമിൻ്റെ ആശയഗതിയോടെ യോജിച്ചു പോകരുതോ എന്ന് പറഞ്ഞതായിട്ട് മാമൻ മാപ്പിള തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശരി, ആ P.T. ഗീവർഗീസ് പണിക്കർ മാർ ഇവാനിയോസ് ആയിത്തീരുകയും മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ബീജാപാപം ചെയ്യുകയും ചെയ്തു. ഈ സ്ഥിതിക്ക് ശേഷം മർത്തോമ സഭയെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മർത്തോമ സഭയിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ്. അത് ആശയപരമായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് ആശയപരമായിരുന്നില്ല. വ്യക്തി ബന്ധങ്ങളിലുണ്ടായിരുന്ന ശൈഥില്യമാണ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനത്തിന് കാരണം എന്നുള്ളത് നിസ്തർക്കമാണ്. ഇത്രയും ഏതാണ്ട് 7 സഭകളായിട്ടാണ് ആദിമസഭ ഇന്ന് നിലനിൽക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് അധികമാരും കേട്ടിട്ടില്ലാത്ത തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ, 2 സീറോ മലബാർ സഭ, ഞാൻ നേരത്തെ സീറോ മലബാർ സഭയെ പറ്റി പരാമർശിച്ചു കഴിഞ്ഞു. 3 ഇന്നത്തെ ഓർത്തഡോക്സ് സഭ, 4 ജേക്കബൈറ്റ് വിഭാഗം സഭ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മർത്തോമ സഭയ്ക്ക് ശേഷം ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഇത്രയും സഭകളാണ് ഇന്ന് ആദിമസഭയുടെ അവകാശികളായിട്ടുള്ളത്. ഈ സ്പ്ലിറ്റുകൾ എല്ലാം ആവശ്യമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതായ ഒരു കാര്യം, ഇന്ന് ക്രൈസ്തവ സഭകൾ, ഞാൻ മറ്റ് സഭകളുടെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ക്രൈസ്തവ സഭകളുടെ കാര്യം ആദിമസഭയെ അടിസ്ഥാനമാക്കി വിഘടിച്ചു വന്ന സഭകളെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒരു ക്രൈസ്തവനോ ക്രൈസ്തവ സഭയ്ക്കോ ഭൂഷണമായ കാര്യങ്ങളല്ല. സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റിയുള്ള കേസുകൾ, ആരാധനകൾ എങ്ങനെ വേണം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്ക വിതർക്കങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ലൈംഗിക ആരോപണങ്ങൾ, അതിന് മെത്രാന്മാർ വരെ അതിൽ ഉൾപ്പെടുക. ഇത് കഴിഞ്ഞിട്ട് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. ഇന്ന് യഥാർത്ഥത്തിൽ തെരുവിൽ ശവശരീരം ചീഞ്ഞളിഞ്ഞ നിലയിൽ വെച്ചുകൊണ്ട് വിലപേശുന്ന നിലയിലേക്ക് ഈ തർക്കങ്ങൾ മാറിയിട്ടുണ്ട്. ചില വിധികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ വിധികളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പലപ്പോഴും കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടിയിട്ട് പോലും പങ്കെടുക്കാൻ ചില വിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ ഭാരതമാകെ ആദരിക്കുന്ന നിയമജ്ഞനായ ജസ്റ്റിസ് K.T. തോമസ്, അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ ഒരു ജസ്റ്റിസായിരുന്നു. അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. അതിനുപോലും വഴങ്ങുന്നതിനോ അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് ഐക്യത്തിൻ്റെ പാതയിലേക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ അസമാധാനം ഉണ്ടാകുന്ന നിലയിൽ നിന്നും മാറുന്നതിനെങ്കിലും നമ്മുടെ സഭകൾക്ക് കഴിയണം. അത്തരം ഒരു അനുരഞ്ജനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പാത ഈ സഭകൾ സ്വീകരിക്കണം. കേരളത്തിലെ പ്രബുദ്ധരായ ജനത സഭയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ഞാൻ മർത്തോമ സഭയെപ്പറ്റി പറഞ്ഞു. തിരുവല്ല ആസ്ഥാനമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. തിരുവല്ല മർത്തോമ കോളേജ്, സെയിൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി,
സ്കൂളുകൾ ഇവയെല്ലാം സ്ഥാപിച്ച് അവർ വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം, ലോകപ്രശസ്തമായ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് ഈ സഭയാണ് എന്നുള്ളതാണ്. ബാക്കി ചർച്ചുകൾ, തൊഴിയൂർ സഭ വളരെ ചെറിയൊരു സഭയാണ്. ഏതാണ്ട് 30,000 മാത്രമാണ് അവരുടെ അംഗസംഖ്യ. ഒരു ബിഷപ്പ് മാത്രമാണുള്ളത്. 8-10 വൈദികരും മാത്രമേ അവർക്കുള്ളൂ. അവരും ശാന്തമായി അവരുടെ ക്രിസ്തീയ ജീവിതം അവർ നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ നില. ഞാൻ ചില മറ്റു ചിലരെ കൂടിയൊക്കെ പരാമർശിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ അത് ഇവിടെ ഇപ്പോൾ CSI സഭ, ബിലീവേഴ്സ് ചർച്ച്, അതുപോലെ തന്നെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ, അത് മറ്റൊരവസരത്തിലാകാം. അതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നന്ദി. ഉദ്ദേശിക്കുന്നത് ഈ ക്രൈസ്തവ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് പടിയോലകളുള്ളത്. കേരളത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ആർത്താറ്റ് പടിയോല, രണ്ടാമത് കണ്ടനാട് പടിയോല, അങ്കമാലി പടിയോല, മാവേലിക്കര പടിയോല, ഇങ്ങനെ പല പടിയോലകളുമുണ്ട്. ആർത്താറ്റ് പടിയോല എന്ന് പറയുന്നത് അവിടുത്തെ പള്ളി തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ മേലധികാരികൾ വന്നു. അവരും അവിടുത്തെ സഭാജനങ്ങളും ചേർന്ന് എടുത്ത തീരുമാനമാണ്, ഞങ്ങളുടെ പഴയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ ആരുടെയും പ്രലോഭനത്തിന് വശംവദരാകുകയില്ല, റോമാ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ പോവുകയില്ല എന്ന വളരെ വ്യക്തമായൊരു തീരുമാനമെടുത്തു. അതേ അവർ രേഖപ്പെടുത്തി. അവർ രേഖപ്പെടുത്തിയത് നമ്മുടെ ഈ ഓലയിലായിരുന്നില്ല, ഒരു ചെമ്പ് പ്ലേറ്റിലായിരുന്നു. അതാണ് ആർത്താറ്റ് പടിയോല എന്നറിയപ്പെടുന്നത്. ഈ ആർത്താറ്റ് പടിയോലയെ പറ്റി ആൾക്കാർ കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിരുന്നില്ല. ഇത് അവസാനം കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ കൊട്ടാരത്തിൻ്റെ നിലവറകളിൽ നിന്നാണ് ആർത്താറ്റ് പടിയോല ലഭിച്ചത്. അതിനെപ്പറ്റി ആർത്താറ്റ് പടിയോലകളെപ്പറ്റി കേരളത്തിൽ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടനാട് പടിയോലയും അങ്കമാലി പടിയോലയും തന്നെ തികച്ചും സഭകളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, സഭാജനങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ പടിയോലയിൽ ബന്ധപ്പെട്ടവർ ഒപ്പിടുകയും അതിന് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തെ പ്രമുഖർ ഒപ്പുവെച്ച് സാക്ഷി രേഖപ്പെടുത്തുകയും ചെയ്യും. ഞാൻ മാവേലിക്കര പടിയോലയെപ്പറ്റി പറഞ്ഞത് കൊണ്ട് ഞാനിവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. 1836 ചേപ്പാട് മാർ ദിവന്യാസിയോസ് തിരുമേനിയാണ് മാവേലിക്കരയിലെ സുനകദോസ് വിളിച്ചു കൂട്ടിയത്. ആ സുനകദോസിൽ എടുത്ത തീരുമാനം മിഷണറിമാരുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിരുന്നു. ഇതവർ പടിയോലയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനിയും ചെപ്പേടുകൾ എന്ന് പറഞ്ഞ ചില റെക്കോർഡ്സ് ഉണ്ട്. അത് വളരെ പഴക്കമുള്ള കാര്യങ്ങളാണ്. അതും ഇതുപോലെ തന്നെ സഭാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭയ്ക്ക് രാജാവ് കൊടുക്കുന്ന ചില അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ്. അത് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പടിയോല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാമാന്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് തോമസ് മാത്യു സാർ. സാറ് സഭകളെപ്പറ്റി, ആദിമ സഭകളെപ്പറ്റി വിശദീകരിച്ചല്ലോ. ഇതിൽ 1-2 സഭകളെപ്പറ്റി എനിക്കുള്ള ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. തൊഴിയൂർ സഭ, അങ്ങനെ ഒരു സഭയെപ്പറ്റി ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അതെവിടെയാണ് അതിൻ്റെ പ്രസ്ഥാനം? ഒന്ന് വിശദീകരിക്കാമോ? 1700-കളിലെ ഒരു മെത്രാനെ വാഴിക്കുകയുണ്ടായി. ആ മെത്രാനെ ബാധിച്ചതിനെ പറ്റിയുള്ള തർക്കമാണ് ആത്യന്തികമായി ആദിമസഭയിൽ നിന്നും കുറച്ച് ആൾക്കാർ വിട്ടുപോകാൻ സാധ്യത ഉണ്ടായത്, അതിലേക്ക് വഴി തെളിച്ചത്. ആ സഭ ഒരു സ്വതന്ത്ര സഭയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് തൃശ്ശൂർ ജില്ലയിലെ ആഞ്ഞൂർ എന്ന പ്രദേശത്താണ്. ആഞ്ഞൂർ സഭ എന്നും അതിനെപ്പറ്റി പറയാറുണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 30,000-ഓളം ആൾക്കാർ മാത്രമേ ഉള്ളൂ. 10 വൈദികരും ഏതാനും പള്ളികളും
മാത്രമേ ഉള്ള ഒരു ചെറിയ സഭയാണ്. എന്നിരുന്നാൽ തന്നെയും അവർ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് വളരെ ശാന്തമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ പള്ളി കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവർ പോപ്പിനെയാണോ അവരുടെ ഹെഡായിട്ട് താങ്കൾക്ക് അറിയാമോ? പോപ്പിനെ അല്ല, പോപ്പിനെ ഗുരുവായിട്ട് അല്ലെങ്കിൽ സുപ്രീം ഹെഡായിട്ട് അംഗീകരിക്കുന്നത് എപ്പോഴും കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. ഇത് ഇന്നും ഒരു സ്വതന്ത്ര സഭയായി തന്നെ നിലനിൽക്കുകയാണ്. താങ്ക് യു സാർ. ആദിമ സഭകളെ പറ്റി സാറ് നന്നായിട്ട് വിശദീകരിച്ചല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് ആംഗ്ലിക്കൻ സഭകളെ പറ്റി സാറിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ സാറിൻ്റെ വായിച്ചറിവൊന്ന് പറയാൻ പറ്റുമോ? ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞ് ഏതാണ്ടൊക്കെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് തുടങ്ങുന്ന ആ കാലയളവിലാണ് ആംഗ്ലിക്കൻ മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെത്തിയ നോട്ടൺ സാഹിബാണ് ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹം 1818 ആലപ്പുഴയിൽ ഒരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളി ക്രൈസ്റ്റ് ചർച്ച് എന്ന ദേവാലയം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അതിനുശേഷം ഈ ആലപ്പുഴയിൽ നിന്നും അവരുടെ പ്രവർത്തന കേന്ദ്രം കോട്ടയത്തേക്ക് മാറ്റി. ആ കോട്ടയത്ത് നിന്ന് പ്രവർത്തനം ആരംഭിച്ച അവർ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആദിമസഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് കേരളത്തിലെ ആദിമസഭയെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഉദ്ദേശം 1836 മാവേലിക്കര പടിയോല എന്ന തീരുമാനത്തിലൂടെ ആദിമസഭ നിരാകരിക്കുകയും മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു. ഇതിന് ശേഷം മിഷണറിമാർ ഇറങ്ങിയത് ഈഴവർ, പുലയർ, പറയർ തുടങ്ങിയ അവർണർ ആയിട്ടുള്ള ജാതിക്കാരെ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ വേറൊരു കാര്യം കൂടിയുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് പോലും കേരളത്തിൽ ചാതുർവർണ്ണയവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടെ നിലനിന്നിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ചില ആൾക്കാർ നമ്പൂതിരിമാരിൽ നിന്നും 64 അടി ദൂരം മാറി നിൽക്കണം. മറ്റു ചിലർക്ക് 32 അടിയാണ്. നായന്മാർ നമ്പൂതിരിമാരിൽ നിന്നും 4 അടി ദൂരം മാറി നിൽക്കണം. ഇത്ര ഭീകരമായ സ്ഥിതി ആയിരുന്നെങ്കിൽ 1836 ശേഷമുള്ള സ്ഥിതി വളരെ രൂക്ഷമായിരിക്കാനേ സാധ്യതയുള്ളൂ. അവർക്ക് അവർണ വിഭാഗക്കാർക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മുട്ടിന് താഴേക്ക് മുണ്ടുടുക്കാൻ സാധിച്ചിരുന്നില്ല. തികച്ചും അർത്ഥനഗ്നരായിട്ടാണ് സ്ത്രീകൾ പോലും നടന്നിരുന്നത്. വഴി നടക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം അവർ ആഗ്രഹിച്ചു. നായരീഴവ സംഘടനകൾ അന്ന് വളരെ വ്യാപകമായിട്ട് നടന്നിരുന്നു. ഇതിനെപ്പറ്റിയുള്ള ചില ചിത്രങ്ങൾ നമ്മൾക്ക് പഴയ ചരിത്ര രേഖകളിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ അയൽക്കാർ എന്ന കേശവദേവിൻ്റെ തകഴിയുടെ നോവലിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായൊരു ചിത്രങ്ങൾ ഈ നായരീഴവ സംഘടനകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇങ്ങനെ നിന്നിരുന്ന സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ടാണ് ഈ ആൾക്കാർ CMS വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ ബുദ്ധിപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ഉള്ള യാതൊരു കാരണങ്ങൾ കൊണ്ടുമല്ല ഇവർ ഈ CMS വിശ്വാസത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത ഇവരുടെ പ്രവർത്തനങ്ങൾ കിഴക്കൻ മേഖലയിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലേക്കും വ്യാപിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. റോബിൻ ജെഫ്രി എന്ന ഒരാൾ എഴുതിയ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന പുസ്തകത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൻറി ബേക്കർ
എന്ന മിഷണറി തൻ്റെ പുത്രനായ ഹെൻറി ബേക്കർ ജൂനിയറിനോടും അതുപോലെ തന്നെ റവറൻ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറിയോടും പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പുലയ വിഭാഗത്തിൽപ്പെടുന്നവരെ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അവർ പ്രത്യേകമായ ഒരു എൻറ്റിറ്റിയായിട്ട് മാറും എന്ന് പറഞ്ഞു. അവർ വകവെച്ചില്ല, കൺവേർഷൻസ് തുടർന്നു. പക്ഷേ ഇന്നും ഞാൻ തുറന്നു പറയുകയാണ്, ആ വിവേചനം ഇന്നും കേരളത്തിലെ സഭയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മറ്റു വിഭാഗക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരുടെ വിഭാഗക്കാരുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതിയുമുണ്ട്. ഇത് മറ്റ് സഭകളിലില്ല എന്നല്ല. ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാൾ തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടയം വിജയപുരം രൂപതയിൽപ്പെട്ട ഒരാളിനെ വിവാഹം കഴിക്കത്തില്ല. കാരണം വിജയപുരം രൂപതക്കാരൻ ലാറ്റിൻ ക്രിസ്ത്യാനിയും സീറോ മലബാറുകാരൻ പരമ്പരാഗത സവർണ ക്രിസ്ത്യാനിയും ആണ് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സംശയമുള്ളവർക്ക് അത്യുന്നത കർദിനാൾ ആണോ ആർച്ച് ബിഷപ്പായിരുന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, വർക്കി മാർ വിധേയത്തിൽ എഴുതിയ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന പുസ്തകത്തിൽ ഇതിനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ പുസ്തകം റെഫർ ചെയ്യാവുന്ന. ഇത് ക്രൈസ്തവ സഭകളിൽ ആകപ്പാടെ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്, ജാതി വിവേചനം വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അത് ഇന്ന് വർദ്ധിച്ചു വരികയാണ് എന്ന നഗ്ന യാഥാർത്ഥ്യവും നമ്മൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഉത്തര കേരളത്തിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കിഴക്കൻ മലകളിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി ക്രൈസ്തവ സഭയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി മലയോര വിഭാഗത്തിൽപ്പെട്ടവർ ധാരാളമായി ഈ സഭയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഡയോസിസാണ് ഇന്നത്തെ ഈസ്റ്റ് കേരള ഡയോസിസ് എന്നറിയപ്പെടുന്നത്. നമ്മളിവിടെ മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. മിഷണറിമാർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ അവിടെ ഒരു കോളേജ് തന്നെ, ഹെൻറി ബേക്കർ കോളേജ് തന്നെ മിഷണറിമാർ CSI സഭ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലമായി അവരിൽ പലരും വളരെ ഉന്നതമായ നിലകളിലെത്തിയവരെ എനിക്കറിയാൻ പറ്റും. അത് മിഷണറിമാരുടെ തികച്ചും അവരുടെ ഒരു വിദ്യാഭ്യാസപരമായ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷേ ഇവിടെ ശോഭ കെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. 1925 ഡിസംബറിൽ ഇറങ്ങിയ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSIയുടെ മുഖപത്രമായ ജ്ഞാനനിക്ഷേപത്തിലൊരു വാചകമുണ്ട്. നമ്മൾ ഇവർക്ക് സ്കൂളുകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ ഏതെങ്കിലും ജോലി നൽകി ഉദ്ധരിക്കാനല്ല, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പതാകവാഹകരാക്കി മാറ്റാനാണെന്ന് 1925 ജ്ഞാനനിക്ഷേപത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ശോഭ കെടുത്തുന്ന ഒരു ലേഖനമായിപ്പോയി, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലായിപ്പോയി എങ്കിലും ക്രൈസ്തവ മിഷണറിമാരും ക്രിസ്ത്യാനിറ്റിയും കേരളത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. സീറോ മലബാർ സഭ നടത്തുന്ന ചങ്ങനാശ്ശേരിയിലെ SB കോളേജ്, അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക വിഭാഗം നടത്തുന്ന തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജ് എന്നിവ കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. ഇനിയും CSI സഭയുടെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി എന്തായാലും പോകാം. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ദക്ഷിണ കേരള ഡയോസിസ് എന്ന പേരിൽ CSI സഭയ്ക്ക് ഒരു ഡയോസിസ് ഉണ്ട്. ഈ ഡയോസിസ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവർക്ക് അപമാനമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തിരുവനന്തപുരം നിവാസിയായ എനിക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. 1800കളിൽ ഇംഗ്ലണ്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഒരു മിഷണറി ആയിരുന്നു സാമുവൽ മറ്റൂർ. അദ്ദേഹം കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂറിലെ സ്ഥിതിയെപ്പറ്റി 2 പുസ്തകങ്ങൾ രചിക്കുക പോലും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാൻഡ്മാർക്കായ
മറ്റീർ മെമ്മോറിയൽ ചർച്ച് അല്ലെങ്കിൽ MM ചർച്ച്. രണ്ട് വിഭാഗങ്ങളായിട്ട് മത്സരിക്കുകയും ഒരു വിഭാഗം ഈ MM ചർച്ചിൻ്റെ ഗേറ്റ് JCB കൊണ്ട് തകർത്ത് ദൂരെ കളയുന്ന സ്ഥിതി വരെയും എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡാണ് ആ ഡയോസിസിനുള്ളത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പ്രത്യേകിച്ചും കാരക്കോണം മെഡിക്കൽ കോളേജും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ സുതാര്യത ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും.